1500 പേരാ. അമ്പോ. ഹലോ എല്ലാവർക്കും ഹലോ. എനിക്ക് എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് അറിയത്തില്ല. കാരണം എന്നെ പോലത്തെ ആൾക്കാരൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ആദ്യമായിട്ടാണ്. വേറൊന്നുമല്ല സംഭവം. ഇന്നലെ കവലയിൽ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കടയിൽ കയറി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ജോമോനും ടീംസിനെ കണ്ടത്. അത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അപ്പം പയ്യന്മാരുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പം ഇവർ പറഞ്ഞ് ഒരു കളി കളിക്കാം. കൗതുകത്തിന് പറഞ്ഞാൽ ഞാനതെന്ന് പറഞ്ഞു. എന്തോ ഓടാക്കി എന്തോ പറയും, പേര് മറന്നു. ഇങ്ങനെ എന്തോ കൈവച്ച് ഇങ്ങനെയൊക്കെ ആകണം, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ കളിച്ചുകൊണ്ട സമയത്ത് ഇവരെന്നെ കളി തുടങ്ങി, ഇവരെന്നെ കളി അവസാനിപ്പിച്ചു. ഞാൻ തോറ്റു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ കളി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് തോറ്റ സ്ഥിതിക്ക് ഒരു ശിക്ഷയുണ്ട്. നാളെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയിട്ട് അവരവരുടെ കൂട്ടുകാരിങ്ങനെ വരും, എന്തൊക്കെയോ ചോദിക്കും, നമ്മളതനുസരിച്ചൊരു ഉത്തരം കൊടുക്കണമെന്ന്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല, ഒരു കൗതുകം. അപ്പം ഞാനങ്ങ് ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം ലൈവ് തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടേക്ക് ഇപ്പം തന്നെ വരും. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പോയിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാ ചേട്ടാ താടി മീശ താടി മീശ എന്തിനാ വളർത്തുന്നതെന്ന് നല്ലൊരു ചോദ്യം. എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ കുറേ കാലമായിട്ട് വളരുന്ന ഒരാളാണിത്. നമ്മുടെയൊക്കെ സഹോദരങ്ങളൊക്കെ നമ്മളോട് വളരുന്ന പോലെ തന്നെ. ഞാൻ ഈ താടിക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഈ താടി എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കുറേ കാലമായിട്ട് എൻ്റെ കൂടെ ഒരു പ്രശ്നമില്ലാണ്ട് വളരുന്ന ഒരാളെ എന്തിനാ വെറുതെ ഞാൻ തള്ളി മാറ്റുന്നു? മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ചില ഓർമ്മകളും മനുഷ്യരും. നമ്മുടെ കൂടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മൾ അവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നില്ല, നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ വരുന്നു. അങ്ങനെയുള്ളവർ നമ്മളെന്തിനാ കളയുന്നത്? ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളിലാണ് നമ്മൾ ചില സമയത്ത് നല്ല ചില മനുഷ്യരെ തള്ളിക്കളയുമ്പോൾ നമ്മൾ സ്വാർത്ഥരാകുന്നതും. അത് വിടപ്പെട്ട് വേറെ കമൻ്റ് എന്താ? സഞ്ജനേച്ചിയും കുഞ്ഞൂട്ടിയല്ല കുഞ്ഞൻ. സഞ്ജനേച്ചിയും കുഞ്ഞനും എന്ത് ചെയ്യുന്നു? സഞ്ജനേച്ചിയും കുഞ്ഞനും അമ്മ വീട്ടിൽ പോയേക്കുവാണ്. 2 ദിവസം കഴിയുമ്പോൾ ഞാനും പോവും. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ പറയാ, അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവള് തരവര രാവിലെ തൊട്ടേ 100 ഐസ് വിളിക്കുന്നു. ഒന്നും വിചാരിക്കില്ല, കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ലൈവിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ തന്നെ ഇരുന്ന് എന്ത് വേണേലും ചെയ്തോണം എന്നാണ് റൂൾ. ഹലോ കുഞ്ഞാ, എന്നാ ഉണ്ട്? ഒന്നുമില്ല, ഞാനിവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അവിടെ എന്താ പരിപാടി? എൻ്റെ ടോമേ, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുവാ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അതെന്നെ വർത്താനാണ്. പോയിട്ട് 2 ദിവസം ആയതല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് വിചാരിക്കും? 2 ദിവസം കൂടെ നിൽക്ക്. ഇല്ല, എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇരി കേട്ടോ. ഒടുക്കത്തെ കുരുത്തക്കേട് അവളോട്. ആരും ഒരു റെസ്പെക്റ്റും ഇല്ല. ടോം ഇല്ലാത്തതുകൊണ്ട് ലൈസൻസ് കിട്ടിയ പോലെ എന്തും വിളിച്ചു കയറും. അതും പോരാഞ്ഞിട്ട് ചെറിയ വയല് വലിയ വർത്താനം. ചിരിക്കണ്ട, നീ ഇത് കേക്ക്. കഴിഞ്ഞ ദിവസം എല്ലാവരുടെ ഹോളിൽ ഇരിക്കുമ്പോൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അങ്ങ് പറയുമോ, എൻ്റെ പപ്പയ്ക്ക് എൻ്റെ പേരിൽ ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പേ ടാറ്റു ഉണ്ടല്ലോ എന്ന്. അത് കേട്ട് അപ്പു ചാച്ച പറയുക അതവൻ്റെ പഴയ ഗേൾ ഫ്രണ്ട് ആയിരിക്കുമെന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് എല്ലാവരെയും കൺവിൻസ് ചെയ്ത് അത് ടോമിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും വിളിക്കുന്ന നിക്നെയിമാണെന്ന് പറഞ്ഞു. ഹലോ കേൾക്കാവോ ടോമേ? ഹലോ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് കുഞ്ഞനോട് എന്ത് പറഞ്ഞു? എൻ്റെ ടോമേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ എന്നെ കുഞ്ഞെന്ന് വിളിക്കും അല്ലെങ്കിൽ കൊച്ചിനെ വിളിക്കും. ഇതിപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ ഞാൻ പറയൂ. വർക്കേച്ച പറയുക ടോമിന് എന്തോ അറിയാമെന്ന്. എനിക്കറിയില്ല പൂത്തി. എന്തായാലും ടോം ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരി, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ എല്ലാവരും ഉണ്ട്. ബൈ, ടേക്ക് കെയർ.
കുഞ്ഞാ ബസ് ടിക്കറ്റ് എടുത്തായിരുന്നോ? എൻ്റെ കുഞ്ഞെ ഇങ്ങനെ ബിറ്റ് വെക്കല്ലേ, സ്മിത മിസ് പിടിക്കും. അതിന് സോറി പറഞ്ഞു. മാസ്ക് ഇട് കുഞ്ഞാ, കൊറോണയാ. എപ്പോൾ നോക്കിയാലും ചോക്ലേറ്റ് വെക്കല്. ആ മാസ്ക് ഒന്ന് വെക്ക്. പായസം കുറിച്ച ഗ്ലാസ് എന്തേ? കുഞ്ഞൻ്റെ മുടി ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ, അത് ഇന്നലെ മാസ്കിൽ നിന്ന് കിട്ടും. മാസ്ക് വെക്ക്, കൊറോണ പിടിക്കും, ചത്തുപോവും. മാസ്ക് വെക്ക്, കറുത്തയോ നീലയോ പച്ച ഏതിലും മാസ്ക് വെക്ക്. എൻ്റെ കുഞ്ഞ് മാസ്ക് വെച്ചുകൊണ്ട് ഇനി സ്കൂളിൽ വരുവാണെങ്കിൽ ഡയറി മിൽക്ക് തരും, നല്ല വലുത് ഡയറി മിൽക്ക് തരും. അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു മറ്റൊരാൾ എന്നെ തന്നെ തെരയുന്ന ഈ പ്രാന്ത് ഇത്രത്തോളം എന്നെ കീഴ്പ്പെടുത്തുമെന്ന്. ആരോടും ഒന്നും തെളിയിക്കേണ്ടതില്ലെന്ന് ബുദ്ധി പറയുന്നുണ്ടെങ്കിലും മനസ്സൊരിക്കലും അത് സമ്മതിച്ചു തന്നിട്ടില്ല. കുഞ്ഞൻ അല്ലെങ്കിൽ കുഞ്ഞ, അത് ഒരു ലഹരിയായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള ലോകം മറന്നുപോയ ശുദ്ധമായ ഒരു ലഹരി. അവൾക്ക് എന്നും നന്മകൾ മാത്രമേ ഉണ്ടാവൂ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സ്നേഹവും കാക്കയും മരിക്കുന്നത് ഒരുപോലെയാണെന്ന് ഫഹദ് ഫാസിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. തികച്ചും നിശബ്ദമായിരിക്കും ആ വേർപാട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ എല്ലാവരും അറിഞ്ഞു. കാരണം എൻ്റെ ചുറ്റും എപ്പോഴും ആ കാക്കക്കൂട്ടങ്ങളുണ്ടായിരുന്നു. നീ കൂടെ ഇല്ലാതിരുന്ന ആ നിമിഷങ്ങളില്ലേ, അത് തന്ന വേദനകളാണ് എന്നെ ക്ഷമ പഠിപ്പിച്ചത്. അതെ, ഞാൻ കരുത്തനായി. അതെ, പ്രതീക്ഷകൾ അവസാനിപ്പിച്ച് യാഥാർത്ഥ്യങ്ങളെ സ്വീകരിച്ചു തുടങ്ങി. പക്ഷെ എവിടെയോ വെച്ച് എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി, ഞാൻ അഭിനയിക്കുന്നതാണോ അതോ ഇതാണോ യാഥാർത്ഥ്യമെന്ന്. ആര് തന്നെ ഇനി എൻ്റെ ജീവിതത്തിലോട്ട് വന്നാലും, നിന്നെപ്പോലെ ആണെങ്കിലും നിന്നെപ്പോലെ അല്ലെങ്കിലും, നീ തന്നെ ആണെങ്കിലും, നിന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ അറിയുന്നവളാണെങ്കിലും നിന്നേക്കാൾ കുറവ് സ്നേഹിക്കുന്നവളാണെങ്കിലും, നീ സ്നേഹിച്ച് അത്രയും സ്നേഹിക്കുന്നവരാണെങ്കിലും, തിരിച്ച് എനിക്ക് അവരോട് ആ സ്നേഹം തോന്നിയില്ലെങ്കിൽ കൂടെ സ്നേഹം എന്ന വികാരം എനിക്ക് തരുന്നുണ്ടെങ്കിൽ തിരിച്ച് എനിക്ക് അവരെ ഒന്നേ വിളിക്കാനുള്ളൂ, കുഞ്ഞായെന്ന്. ഇപ്പോൾ ഞാൻ ഈ അഭിനയം ഒരു കലയെ മാറ്റാനുള്ള ശ്രമത്തിലാണ്. കാരണം ഈ ക്ഷമ എന്നെന്നും നിലനിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. എല്ലാം ഒരു ഒഴുക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുഞ്ഞ എന്നത് വെറും അക്ഷരങ്ങൾ മാത്രമുള്ളൊരു കൊച്ചു പേരാണ്. പഴയ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലാതിരിക്കാം, പക്ഷേ ആ പേര് കേൾക്കുമ്പോൾ ഉള്ളിലൊരു ചിരി വരുന്നുണ്ട്. പ്രണയത്തിൻ്റെ അർത്ഥം പോലും ആ പേരായി മാറി. അപ്പോൾ പുതിയ ആൾക്കാർ സ്നേഹവുമായി വരുമ്പോൾ എൻ്റെ ചുണ്ടിൽ വരുന്നത് അവരൊറ്റ പേര് മാത്രമാണ്. സത്യത്തിൽ ഇതിപ്പോൾ അവളെക്കുറിച്ചല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആരെയും കുറിച്ചല്ലെന്ന് തോന്നുന്നു. ആ പേരിനോടുള്ള എൻ്റെ പ്രണയമായിരിക്കാം. ആ 5 അക്ഷരങ്ങൾ തന്നുപോയ ആ പേരിൽ ഞാൻ കുഴിച്ചിട്ട എൻ്റെ ലോകമായിരിക്കാം. ഹലോ. ഹലോ. എന്താക്കോ? ഇല്ല, ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഈ ലൈവ് ഓണാക്കി വെച്ചിട്ട് പിന്നെ ഇല്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, മറന്നുപോയി. ഓക്കെ ആണോ? ഓക്കെ ആണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ നിറച്ചും പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഒന്നുമില്ല കുഞ്ഞാ. ടോമേ, എന്നോട് പറ. കുഞ്ഞാ, ഞാൻ ഓക്കെയാണ്. കുഞ്ഞൻ ഓക്കെയാണ് കേട്ടോ. ബൈ. ശരി.